നമസ്കാരം. പ്രധാന വാർത്തകൾ. യുദ്ധത്തിന്റെ മറവിൽ കോർപ്പറേറ്റുകളുടെ കരിഞ്ചന്തയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വലിയ വിലവർദ്ധനവിന് കാരണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. ഹോട്ടലുകാരുടെ സമരത്തിന് കോൺഗ്രസിന്റെ പിന്തുണയുണ്ടെന്നും എം പി. സംസ്ഥാന വ്യാപകമായി ഹോട്ടലുടമകൾ പണിമുടക്കിയത് പല മേഖലയെയും ബാധിച്ചു. പാചകവാതക ഗ്യാസിന്റെ കരുതൽ ശേഖരമുണ്ടെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ആവശ്യത്തിന് പാചക ഗ്യാസ് വിതരണം നടത്താത്തതിൽ ദുരൂഹതയുണ്ടെന്ന് KHRA ഭാരവാഹികൾ. ഷൊർണൂർ മേഖലയിലെ ഹോട്ടലുകൾ അടച്ച് പ്രതിഷേധിച്ചു. പണം കൊടുത്താലും ഗ്യാസ് കിട്ടാനില്ലെന്ന് ഹോട്ടലുടമകൾ. തൃശൂർ മേഖലയിലും ഹോട്ടലുടമകളുടെ വൻ പ്രതിഷേധം. പാചകവാതക വർധനവിനെതിരെ പത്തിരിപ്പാലയിൽ സിലിണ്ടർ തള്ളി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രതിഷേധം. സംസ്ഥാനത്ത് ഇനി വൈദ്യുതി നിയന്ത്രണമില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടന്നെന്നും മന്ത്രി. പീക്ക് ഹവറിൽ വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചാലും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവില്ലെന്നും കെ കൃഷ്ണൻകുട്ടി. തെരഞ്ഞെടുപ്പിൽ വികസനം ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിച്ചതെന്നും എങ്കിലും വിവാദമാണ് ചർച്ചയായതെന്നും മാധ്യമങ്ങളുടെ സ്വാധീനം LDFന്റെ പരാജയത്തിന് കാരണമായെന്നും മന്ത്രി. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറി പോലീസ് പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് CPMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം പാലക്കാട്ട്. പ്രതിഷേധക്കാർ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച കോൺഗ്രസിന്റെ കൊടിതോരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും നശിപ്പിച്ചു. CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ UDF പോലീസ് ആക്രമണം ആരോപിച്ച് CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധം. 10 വർഷം ഭരണത്തിലിരുന്ന സ്ഥിതിക്ക് മാറ്റം വന്നതാണ് CPMന്റെ പ്രകോപന കാരണമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പൻ. UDF ആഹ്ലാദ പ്രകടനത്തിന് നേരെ എറിഞ്ഞ കല്ലും കുപ്പിയും പോലീസുകാരുടെ ദേഹത്ത് തട്ടിയതാണ് പോലീസിനെ പ്രകോപിപ്പിച്ചതെന്നും തങ്കപ്പൻ. എതിർ രാഷ്ട്രീയക്കാരെയും പാർട്ടി ഓഫീസ് തകർക്കുകയും ചെയ്യുന്ന CPIM രീതിയല്ല കോൺഗ്രസിന്റേതെന്നും DCC അധ്യക്ഷൻ. ചെറുതുരുത്തിയിലെ 1ാം ക്ലാസ്സുകാരിയുടെ മരണം പേവിഷബാധയെ തുടർന്നെന്ന് ആരോഗ്യവകുപ്പ്. കുട്ടിയുമായി സമ്പർക്കം പുലർത്തിയ കുട്ടികൾക്കും ബന്ധുക്കൾക്കും ആരോഗ്യവകുപ്പ് കുത്തിവയ്പ് നൽകി. വാഹനാപകടത്തിൽ മരണപ്പെട്ട നടൻ സന്തോഷിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു. രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. ഷൊർണൂർ റെയിൽവേ RPFും ഷൊർണൂർ അഗ്നിശമന സേനാ അംഗങ്ങളും ചേർന്ന് യുവാവിനെ ട്രെയിനിന് മുകളിൽ നിന്നും താഴെയിറക്കി. വീട്ടുമുറ്റത്ത് ചെടി നനയ്ക്കുകയായിരുന്ന വീട്ടമ്മയുടെ കഴുത്തിൽ കിടന്നിരുന്ന സ്വർണ്ണമാല മോഷ്ടിച്ച് മോഷ്ടാവ് കടന്നു കളഞ്ഞു. പാലപ്പുറം കയറമ്പാറ SRK നഗർ കൃപ വീട്ടിൽ രാജഗോപാലിന്റെ ഭാര്യയുടെ 2 പവൻ തൂക്കമുള്ള മാലയാണ് മോഷണം പോയത്. ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവാദങ്ങൾക്കും സമരമുറകൾക്കും ഏറെ സാക്ഷ്യം വഹിച്ച കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡിലെ യാത്രാക്ലേശത്തിന് പരിഹാരം. വാർത്തകൾ വിശദമായി. യുദ്ധത്തിന്റെ മറവിൽ കോർപ്പറേറ്റുകളുടെ കരിഞ്ചന്തയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് വാണിജ്യ വാതക പാചക സിലിണ്ടറുകളുടെ വലിയ വിലവർദ്ധനവിന് കാരണമെന്ന് വി കെ ശ്രീകണ്ഠൻ MP പറഞ്ഞു. ഹോട്ടലുകാരുടെ സമരത്തിന് കോൺഗ്രസിന്റെ പിന്തുണയുണ്ടെന്നും MP പറഞ്ഞു. ഗ്യാസിന്റെ വിലവർദ്ധനവിനും ലഭ്യതക്കുറവിനുമെതിരെ KHRA നടത്തിയ പ്രതിഷേധ യോഗം പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 24 മണിക്കൂർ കടയടപ്പ് സമരം ആരംഭിച്ചതിന് ശേഷമാണ് KHRA പ്രവർത്തകർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തിയത്. യുദ്ധത്തിന്റെ മറവിൽ രാജ്യത്ത് ജനദ്രോഹ നയങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്. കരുതൽ ശേഖരമുണ്ടെന്ന് പറയുമ്പോഴും ആവശ്യത്തിന് ലഭിക്കാത്തതിന് പിന്നിൽ കുത്തകളുടെ കരിഞ്ചന്തയ്ക്ക് കുടപിടിക്കലാണ്. ലോകസമാധാനം എന്ന് പറഞ്ഞ് ഉലകം ചുറ്റുന്ന പ്രധാനമന്ത്രി സ്വന്തം ജനങ്ങളുടെ വയറ്റത്തടിക്കുകയാണ്. ഗ്യാസ് വില വർദ്ധിക്കുകയും കിട്ടാതാവുകയും ചെയ്തതോടെ 100 കണക്കിന് ചെറുകിട ഹോട്ടലുകളും ചായക്കടകളും പൂട്ടിപ്പോയി. വിലക്കുറവിൽ ഭക്ഷണം കിട്ടുന്ന കടകൾ അടച്ചതോടെ ആയിരക്കണക്കിന് പേർക്ക് ഭക്ഷണം കിട്ടാതായി. ഇതിന് പിന്നിലെല്ലാം വൻ ഗൂഢാലോചനയുണ്ട്. ഹോട്ടലുകാരുടെ പ്രശ്നങ്ങൾ നിയമസഭയിലും ലോക്സഭയിലും അവതരിപ്പിക്കും. ജീവൻ മരണ പോരാട്ടത്തിനൊപ്പമാണ് കോൺഗ്രസ് എന്നും MP പറഞ്ഞു. ഇലക്ഷൻ നടന്ന് ആ ഇലക്ഷൻ വോട്ടൊക്കെ പെട്ടിയിലായപ്പോൾ പൊടുന്നനെ ഒരു ഷോക്കാണ്, ഒരു കടുത്ത ഷോക്കാണ് ഇന്ത്യയിലെ ആകമാനമുള്ള ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയത്. അത് സമീപകാലത്തെന്ന് പറയുന്നത് ഈ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൊടും കൊള്ളയാണ് ഈ ഗ്യാസിൻ്റെ വിലവർദ്ധനവിലൂടെ ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, 100 രൂപ കൂട്ടുന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല. 2 രൂപ 5 രൂപ ഒരു സിലിണ്ടറിന് വില കൂട്ടിയപ്പോൾ ആ സിലിണ്ടറിൻ്റെ കാലിക്കുറ്റിയെടുത്ത് തോളിൽ വെച്ച് ഒക്കത്ത് വെച്ച് തലയിൽ വെച്ച് പ്രതിഷേധം നടത്തി പാർലമെന്റിലേക്ക് ഗ്യാസ് സിലിണ്ടറായിട്ട് വന്നവരാണ് ഇന്ന് ഭരിക്കുന്നവർ. അവരുടെ പേരൊന്നും ഞാൻ പറഞ്ഞ ചിത്രം നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അന്ന് പാർലമെന്റിലേക്ക് ഗ്യാസ് കുറ്റിയായിട്ട് KHRA പ്രസിഡന്റ് NMR റസാഖ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷാരജ് റഹ്മാൻ, KM ഷാജി, ഫിറോസ് ബാബു, അബ്ദുൽ ഹക്കീം, സുനു ചന്ദ്രൻ, മുഹമ്മദ് കലീം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണിജ്യ ഗ്യാസിന്റെ അന്യായ വിലവർദ്ധനവിനും ലഭ്യതക്കുറവിനുമെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് 24 മണിക്കൂർ
കടയടപ്പ് സമരത്തിൽ എല്ലാ മേഖലയെയും ബാധിച്ചു. പാചകവാതക ഗ്യാസിന്റെ കരുതൽ ശേഖരമുണ്ടെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ആവശ്യത്തിന് പാചക ഗ്യാസ് വിതരണം നടത്താത്തതിൽ ദുരൂഹതയുണ്ടെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. ഭക്ഷണ വിതരണ മേഖലയാണെങ്കിലും വ്യവസായ മേഖല കൂടിയായ ഹോട്ടൽ മേഖലയുടെ സ്തംഭനാവസ്ഥ എല്ലാ മേഖലയെയും ബാധിച്ചു. പാചക ഗ്യാസിന്റെ കരുതൽ ശേഖരമുണ്ടെന്ന് ആവർത്തിച്ച് പറയുന്ന കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ആവശ്യത്തിന് പാചക ഗ്യാസ് വിതരണം നടത്താത്തതിൽ ദുരൂഹതയുണ്ട്. ഹോട്ടൽ മേഖലയുടെ പ്രതിസന്ധി സംസ്ഥാന സർക്കാരിനെ ധരിപ്പിച്ചിട്ടും നടപടിയുണ്ടായില്ല. വാണിജ്യ പാചക വില വർധനവ് കുറച്ച് വിതരണം സുഗമമാക്കണമെന്നാവശ്യപ്പെട്ട് KHRA നഗരത്തിൽ പ്രകടനം നടത്തി. നൂറുകണക്കിന് പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാചകവാതക സിലിണ്ടർ ക്ഷാമത്തെ തുടർന്ന് ഹോട്ടലുടമകൾ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചു. ഷൊർണൂർ മേഖലയിലും പ്രതിഷേധം പൂർണ്ണം. ബുധനാഴ്ച സംസ്ഥാന വ്യാപകമായാണ് ഹോട്ടലുടമകൾ ഹോട്ടൽ അടച്ച് പ്രതിഷേധം അറിയിച്ചത്. പണം കൊടുത്താലും ഗ്യാസ് കിട്ടാനില്ലെന്നും ഹോട്ടലുടമകൾ പറയുന്നു. അന്നം വിളമ്പുന്നവരുടെ വയറ്റത്തടിക്കുന്ന അന്യായമായ പാചകവാതക വിലവർധനയിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ ബുധനാഴ്ച കടമുടക്കി പ്രതിഷേധമറിയിച്ചത്. ഷൊർണൂർ മേഖലയിലും ഹോട്ടലുടമകൾ ഹോട്ടലുകളടച്ച് പ്രതിഷേധമറിയിച്ചു. സിലിണ്ടർ കിട്ടാത്തതുകൊണ്ട് സ്വകാര്യ ഏജൻസികൾ പറയുന്ന വില കൊടുത്ത് ഗ്യാസ് വാങ്ങി ഉപയോഗിക്കുമ്പോൾ കച്ചവടം നഷ്ടത്തിലാണെന്നും പ്രയാസങ്ങൾ ഏറെയാണെന്നും പല ഹോട്ടലുടമകളും പറയുന്നു. പല ഹോട്ടലുകൾക്കും വിറക് അടുപ്പ് ഉപയോഗിക്കുന്നതിനും പരിമിതികളുണ്ട്. പണം കൊടുത്താലും ഗ്യാസ് കിട്ടാനില്ല. വിറകിനാകട്ടെ വിലക്കയറ്റവുമാണ്. ഹോട്ടലുകളിൽ എളുപ്പത്തിൽ പാചകം ചെയ്യാനാകുന്നതും കരിയും പുകയുമില്ലാതെ ഭക്ഷണം പാചകം ചെയ്യാനാകുന്നതും ഗ്യാസ് ഉപയോഗിച്ച് തന്നെയാണെന്ന് പല ഹോട്ടലുടമകളും പറയുന്നു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ബുധനാഴ്ച സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ ഹോട്ടലുകൾ അടച്ചു പ്രതിഷേധിച്ചത്. ഇന്നത്തെ സമരത്തിലൂടെ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു ലക്ഷ്യം. പാചകവാതക സിലിണ്ടർ ക്ഷാമം നേരിട്ട സാഹചര്യത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാനും അധികാരികൾ മുന്നോട്ട് വരണമെന്നും ഹോട്ടലുടമകൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാണിജ്യ സിലിണ്ടർ വിലവർധനവിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപക ഹോട്ടൽ പണിമുടക്കിനോടനുബന്ധിച്ച് തൃശൂരിലെ ഹോട്ടൽ ഉടമകൾ പ്രതിഷേധ ധർണ നടത്തി. തൃശൂർ AG's ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ നിയുക്ത MLA രാജൻ പല്ലൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന നേതാക്കളായ ബിജുലാൽ, ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, ജില്ലാ സെക്രട്ടറി VR സുനിൽകുമാർ, NK അശോക് കുമാർ, കാറ്ററിംഗ് സംഘടനാ സംസ്ഥാന സെക്രട്ടറി ബാലൻ കല്യാണി തുടങ്ങിയവർ സംസാരിച്ചു. ഇതിൽ നിന്ന് പിന്മാറാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം എന്നാണ് ഈ ദിവസത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, ഹോട്ടൽ മേഖല അടച്ചിട്ടാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ സ്ഥിതി എന്താ? ടൂറിസം മേഖലയുടെ സ്ഥിതി എന്താ? അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ടൂറിസം മേഖലയുടെ സ്ഥിതി എന്താ? ടൂറിസം ഉണ്ടായില്ലെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന സംസ്ഥാനത്തിന്റെ സ്ഥിതി എന്താ? ഹോട്ടലുകളെ അടച്ചിടാതെ ഈ സമരം ഇന്നത്തെ സൂചന സമരമാണ്. ഈ സൂചന സമരം മാറ്റി അനിശ്ചിതകാല സമരം ആരംഭിച്ചാൽ നമ്മുടെ നാടിന്റെ സംസ്ഥാനത്തിന്റെ സ്ഥിതി എന്താ? നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എന്താ? ഇതൊന്നും മനസ്സിലാക്കാതെയാണ് കേന്ദ്ര സർക്കാർ അന്യായമായ വില ഉണ്ടാവുന്നത്. യുദ്ധം വന്നു അതിനവസ്ഥ മനസ്സിലാക്കുന്നു. പക്ഷേ അതിന്റെ വിഹിതം ജനങ്ങളുടെ മേൽ തലയടിക്കുകയല്ല കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്. വാണിജ്യ ഗ്യാസ് വില വർധനവിനെതിരെ വ്യാപാരി വ്യവസായികളുടെ നേതൃത്വത്തിൽ പത്തിരിപ്പാലയിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. സിലിണ്ടർ തള്ളിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണയിൽ ജനറൽ സെക്രട്ടറി മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ KA അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം യൂണിറ്റ് പ്രസിഡന്റ് ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ഗിരീഷ് പാലാരി, സൈനുദ്ദീൻ TH, രാജേഷ്, അരവിന്ദ്, കമറുദ്ദീൻ P എന്നിവർ സംസാരിച്ചു. ഹോട്ടൽ ഉടമകൾ പത്തിരിപ്പാലയിലെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടച്ചാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സംസ്ഥാനത്ത് ഇനി വൈദ്യുതി നിയന്ത്രണമില്ലെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടന്നെന്നും മന്ത്രി K കൃഷ്ണൻകുട്ടി. പീക്ക് ഹവറിൽ വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചാലും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവില്ലെന്നും മന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ വികസനം ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും വിവാദമാണ് ചർച്ചയായത്. മാധ്യമങ്ങളുടെ സ്വാധീനം LDFന്റെ പരാജയത്തിന് കാരണമായെന്നും K കൃഷ്ണൻകുട്ടി പറഞ്ഞു. 0.1% അത് അവസാനം എഴുതിത്തള്ളി. ആകെ ഇപ്പോൾ 14 ലക്ഷം കോടി രൂപയുടെ കടമെഴുതിത്തള്ളി. ബാലൻസ് ഷീറ്റ് ശരിയാക്കി. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്കൊക്കെ പൈസ തിരിക്കാനുണ്ട്. ഈ കടമെഴുതിത്തള്ളി ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. ഞങ്ങളെപ്പോലെ രാഷ്ട്രീയക്കാരും ചർച്ച ചെയ്യുന്നില്ല, മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല. മാധ്യമങ്ങൾ മുഴുവൻ ഇപ്പോൾ ആരുടെ കയ്യിലായി? ഇവരുടെ കയ്യിലായിരുന്നു. അടാൻ്റെ 10 മാധ്യമങ്ങൾ, അമ്പാൻ്റെ 7 നിങ്ങളെന്നാ പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ വികസനം ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും വിവാദമാണ് ചർച്ചയായത്.
മാധ്യമങ്ങളുടെ സ്വാധീനം LDFിൻ്റെ പരാജയത്തിന് കാരണമായെന്നും കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറി പോലീസ് പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് CPM പാലക്കാട് നഗരത്തിൽ പ്രകടനം നടത്തി. പ്രതിഷേധത്തിനിടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച കോൺഗ്രസിന്റെ കൊടിതോരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും നശിപ്പിച്ചു. പ്രവർത്തനം നടത്തുന്ന മാർച്ച് ഈ വാഹനത്തെ പ്രതിനിധ കടന്നു വരികയാണ്. CPM പ്രതിഷേധത്തിന്റെ ഭാഗമായി വൻ പോലീസ് സന്നാഹമാണ് നഗരത്തിൽ ഏർപ്പെടുത്തിയിരുന്നത്. CPM പാർട്ടി ആസ്ഥാനത്ത് നിന്നും ആരംഭിച്ച പ്രകടനം സിഗ്നൽ ജംഗ്ഷൻ വഴി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. സമരത്തിൽ നേരിടുന്നതിന്റെ ഭാഗമായി നഗരത്തിൽ രണ്ടിടത്ത് ബാരിക്കേഡുകൾ വെച്ച് പോലീസ് ഗതാഗതം തടഞ്ഞു. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്ത് സ്ഥാപിച്ചിരുന്ന കോൺഗ്രസിന്റെ ഫ്ലക്സ് ബോർഡുകൾ സമരക്കാർ നശിപ്പിച്ചു. സ്റ്റാൻഡിനകത്തുണ്ടായിരുന്ന കൊടിമരവും പിഴുതെറിഞ്ഞു. ഭരണം മാറിയതിന്റെ ഹുങ്കിൽ ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ CPM അതേ നാണയത്തിൽ നേരിടുമെന്ന് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. CPM പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തിയ ലാത്തിച്ചാർജ് ന്യായീകരിക്കാൻ കഴിയില്ല. ഒരു ആക്രമണത്തിനും CPM പ്രവർത്തകർ പോയിട്ടില്ല. പകരം UDFിലെ ചില ഗുണ്ടകളാണ് ആക്രമണം അഴിച്ചുവിട്ടത്. CPMനെ സംരക്ഷിക്കാനാണ് പോലീസ് മുതിർന്നത് എന്ന വാദത്തെ CPMനെ ഒരു പോലീസിന്റെയും സംരക്ഷണം എക്കാലത്തും ആവശ്യമില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു. പോലീസിന്റെ ഭാഷ്യം ഇപ്പോ UDFിന്റെ ആളുകളിൽ നിന്നും രക്ഷിക്കാനാണ് ഞങ്ങളത് ചെയ്തതെന്നാണ്. പോലീസുകാരെന്ന് മനസ്സിലാക്കുക, ഞങ്ങൾക്ക് ഭരണമുണ്ടാകുമ്പോഴും ഭരണമില്ലാതിരിക്കുമ്പോഴും UDFിന്റെയും RSSന്റെയും പക്കൽ നിന്നൊന്നും രക്ഷിക്കേണ്ട ഗതികേട് പോലീസിനെ ഉപയോഗിച്ചുണ്ടായിട്ടുള്ള ഒരു ചരിത്രവും പാർട്ടിക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. പോലീസിന്റെ ഒത്താശ ഞങ്ങൾക്ക് വേണ്ട. ആ രീതിയിലുള്ള ഒരു പാർട്ടി ഓഫീസിലേക്ക് നിങ്ങള് ഒരുതരം തെരുവ് ഗുണ്ടകളെ പോലെ പോലീസ് ഇരച്ചു കയറുക, എന്നിട്ട് ഞങ്ങളുടെ സഖാക്കളെ മർദ്ദിക്കുക, ഇതെല്ലാം പോലീസിന് ആവശ്യമുണ്ടോ? CPM നേതാക്കളായ AK ബാലൻ, MN കൃഷ്ണദാസ്, A പ്രഭാകരൻ, CK രാജേന്ദ്രൻ, M ഹംസ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ UDF പോലീസ് ആക്രമണത്തിനെതിരെ CPIM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം U രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം MIA റസാഖ് നന്ദിയും പറഞ്ഞു. ഓഫീസ് കണ്ടപ്പോ പ്രകടനത്തിലുണ്ടായിരുന്ന ചില ലീഗുകാർക്കും ചില കോൺഗ്രസുകാർക്കും ഒക്കെ ചെറിയ തോതിൽ ചൊറിച്ചൽ വന്നു. മനോഹരമായ ഓഫീസ് കാണുകയല്ലേ, തങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത നിലയിൽ മനോഹരമായ ഒരു ഓഫീസ് CPIM പാലക്കാടിന്റെ ഹൃദയത്തിൽ സ്ഥാപിച്ചിരിക്കുകയല്ലേ. അത് കണ്ടപ്പോൾ ഒരു ചെറിയ ചൊറിച്ചൽ. അപ്പൊ കല്ലേറ് വരുന്നു പാർട്ടി ഓഫീസിന് നേരെ. കല്ലെറിഞ്ഞവന്റെ മുഖമൊക്കെ കൃത്യമായി CCTV ക്യാമറയിൽ പതിഞ്ഞ് ലോകം മുഴുവൻ കണ്ടിട്ടുണ്ട്. മണ്ണാർക്കാട്ടുള്ള ഒരു ലീഗുകാരൻ തെമ്മാടി ചെക്കനാണ് ആദ്യം കല്ലെറിയുന്നത്. അതിന്റെ പുറകെ വേറെ ചിലരും കല്ലെറിയുന്നു. സാധാരണ നിലയിൽ ഒരു സംഭവം അങ്ങനെ ഉണ്ടായാൽ പാർട്ടി ഓഫീസിന്റെ മുൻപിൽ പ്രകടനം കാണാനെന്ന മട്ടിൽ വന്നു നിൽക്കുന്ന ചെറുപ്പക്കാർ ആകെ 8-10 പേരാണുള്ളത്. SFI പ്രവർത്തകർ, DYFI പ്രവർത്തകർ, ഏതാനും പേരാണ് അവിടെ ഉള്ളത്. 8-10 പേർ. അവർ 8-10 പേരാണെങ്കിലും എതിർവശത്തുള്ളത് 100 കണക്കിന് ആളുകളാണെങ്കിലും ആ അതിക്രമത്തിന് നേരെ അവർ ധീരമായി ചെറുത്തു നിന്നു. അതിനെതിരെ അവർ ശബ്ദിച്ചു. അങ്ങനെ ഒരു സംഭവം ഒരു സന്ദർഭത്തിൽ ഉണ്ടായാൽ അവിടെ നിന്നിരുന്ന പോലീസുകാരെന്താ ചെയ്യേണ്ടത്? ആ സന്ദർഭത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ചെയ്യേണ്ടത് ആ പോലീസ് സംഘത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ അധികാരത്തിൽ വന്നിട്ടുള്ള പുതിയ യജമാനനോട് ഭക്തി കാട്ടി, യജമാന ഭക്തി കാട്ടി ചെങ്കൊടി വെച്ച് ആഫീസിന്റെ മുകളിലേക്ക് കയറാനല്ല ശ്രമിക്കേണ്ടിയിരുന്നത്. ഒരക്രമം ഉണ്ടായാൽ എന്ത് ചെയ്യണം? അക്രമികളെ പിടിക്കണം. 10 വർഷം ഭരണത്തിലിരുന്ന സ്ഥിതിക്ക് മാറ്റം വന്നതാണ് CPM പ്രകോപനത്തിന് കാരണമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. UDF ആഹ്ലാദ പ്രകടനത്തിന് നേരെ എറിഞ്ഞ കല്ലും കുപ്പിയും പോലീസുകാരുടെ ദേഹത്ത് തട്ടിയതാണ് പോലീസിനെ പ്രകോപിപ്പിച്ചത്. എതിർ രാഷ്ട്രീയക്കാരെയും പാർട്ടി ഓഫീസ് തകർക്കുകയും ചെയ്യുന്ന CPM രീതിയല്ല
കോൺഗ്രസിന്റേതെന്നും എ തങ്കപ്പൻ പറഞ്ഞു. UDFന് 2 സീറ്റുണ്ടായിരുന്ന പാലക്കാട് 5 സീറ്റാക്കി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. UDFന് ജയിക്കാൻ കഴിയാതിരുന്ന മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ LDF വോട്ട് കുറയ്ക്കാൻ ജയത്തിനരികെ എത്താനും കഴിഞ്ഞു. ഇതാണ് CPMനെ പ്രകോപിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി ആരാവണമെന്നത് മാനദണ്ഡമനുസരിച്ച് AICC തീരുമാനിക്കും. പാലക്കാടിന്റെ മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് ചോദിച്ചാൽ പറയും ഇതിനും മാനദണ്ഡങ്ങളുണ്ട്. എന്നാൽ മന്ത്രിസ്ഥാനം ആവശ്യപ്പെടും. കോൺഗ്രസിൽ നിന്ന് വേണോ UDFിൽ നിന്ന് വേണോ വനിതാ മന്ത്രി വേണോ എന്ന് പിന്നീട് തീരുമാനിക്കുമെന്നും എ തങ്കപ്പൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ മെച്ചപ്പെട്ട വിജയം ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 MLA പാലക്കാട് ഇപ്പോൾ 5 MLA വരെ ലഭിച്ചു. അത് മാത്രമല്ല മറ്റു മണ്ഡലങ്ങളിൽ ഗണ്യമായിട്ടുള്ള വോട്ട് നിങ്ങൾ നോക്കിയാൽ 35,000 വോട്ട് ഉണ്ടായിരുന്ന കഴിഞ്ഞ പ്രാവശ്യം LDF ജയിച്ചിട്ടുള്ള ആലത്തൂർ പോയി 8,000 ചുരുങ്ങി. MR 28,000 വോട്ടുള്ളവർ 3,000 ചുരുങ്ങി. അതുപോലെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും വേണ്ടി നോക്കിയാൽ വളരെ ഗണ്യമായിട്ട് LDFിൻ്റെ വോട്ട് കമ്മിയാക്കാൻ കഴിഞ്ഞു. മെച്ചപ്പെട്ട വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞു. കേരളത്തിൽ ഒന്നിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കൊടുങ്കാറ്റ് പോലെ LDFിനെ താഴെ ഇറക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ ഒരു കാരണവശാലും ആരുടെയും പാർട്ടി ഓഫീസിൽ കല്ലെറിയാനോ ആരുടെയും പോലീസ് ഉപയോഗിച്ച് അടിച്ചമർത്താനോ ഞങ്ങൾ ഉദ്ദേശിക്കില്ല. അവർ 10 വർഷത്തെ അവർ കാണിച്ച ഒരു സുപ്രഭാതത്തിൽ അവർക്കുണ്ടായ കോംപ്ലക്സാണ്. ആ പാലക്കാട് അസംബ്ലിയിൽ തോറ്റാൽ അത് അങ്ങാടി തോറ്റ അമ്മയോടല്ല കാണിക്കേണ്ടത്. തോറ്റത് കയറി നേരെ പേടന്തത് കല്ലെറിയല്ലോ വേണ്ടത്. ആ എറിഞ്ഞത് മനസ്സാക്കിയത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കെതിരെ എറിഞ്ഞെങ്കിലും UDF പ്രവർത്തകർക്ക് എറിഞ്ഞെങ്കിലും അത് പോലീസുകാരുടെ മേലിൽ തട്ടി. അവിടെ പ്രഭാവനം ഉണ്ടാക്കിയത്. അല്ലാതെ പോലീസുകാർ അവർ മാറിയെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. പക്ഷേ ആരായാലും ഏത് പ്രകടനമാണെങ്കിലും പിന്നെ ഞാനൊരു കാര്യം പറയാം, ഞങ്ങൾ അങ്ങോട്ടും ഒരു പാർട്ടി ഓഫീസിനെ ആക്രമിക്കാനോ കല്ലെറിയാൻ താല്പര്യമില്ലാത്തവരാണ്. ഇങ്ങോട്ടും മര്യാദയുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിൽ ഒരു പാർട്ടി ആസ്ഥാനത്തിൽ കല്ലെറിയാനോ മാർച്ച് നടത്തുന്നത് അത് നല്ല ശീലമല്ല എന്ന് തന്നെ ന്യൂസ് ബ്യൂറോ പാലക്കാട്. CPM പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ പാർട്ടിയോട് വിട പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷുക്കൂർ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് മറിച്ചതായി ആരോപണമുണ്ടായിരുന്നു. CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പങ്കെടുത്ത ഏരിയ കമ്മിറ്റി യോഗത്തിലെ തർക്കത്തിന് ശേഷമാണ് ഷുക്കൂർ പാർട്ടിയോട് വിട പറഞ്ഞ് FB പോസ്റ്റ് ഇട്ടത്. അവർക്ക് എപ്പോഴും ചെയ്തു വന്ന ശീലം അവർ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ പേര് അബ്ദുൾ ഷുക്കൂറാണ്, അല്ലാതെ സവർക്കറല്ല. അപ്പോൾ ഏത് സമയത്തും അവരിങ്ങനെ വോട്ട് മറിച്ച് ശീലമുള്ളത് കൊണ്ട് അവർക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. എനിക്ക് എൻ്റേതായ കാരണങ്ങളുണ്ട്. ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് കൃഷ്ണദാസ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്ക് എൻ്റേതായ കാരണങ്ങളുണ്ട്. പക്ഷേ അയാൾ ചിന്തിക്കുന്നിടത്തല്ല ഞാനുള്ളത്. അയാൾക്ക് ആ ശീലം വെച്ചിട്ട് അയാളുടെ ശീലം വെച്ച് അയാളുടെ പാർട്ടിയുടെ ശീലം വെച്ചിട്ട് അയാൾ പറഞ്ഞതാണ്. അതാ എനിക്ക് കൃഷ്ണദാസിനോട് പറയാനുള്ളത്. ചെറുതുരുത്തിയിലെ 1-ാം ക്ലാസ്സുകാരിയുടെ മരണം പേവിഷബാധയെ തുടർന്നെന്ന് സ്ഥിരീകരിച്ച ആരോഗ്യവകുപ്പ്. കുട്ടിയുമായി സമ്പർക്കം പുലർത്തിയ കുട്ടികൾക്കും ബന്ധുക്കൾക്കും ആരോഗ്യവകുപ്പ് കുത്തിവയ്പ് നൽകി. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ വെട്ടിക്കാട്ടിൽ സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന 7 വയസ്സുള്ള സൻഹ ഫാത്തിമയുടെ മരണകാരണം പേവിഷബാധയെന്ന് സ്ഥിരീകരിച്ച് ആരോഗ്യവകുപ്പ്. കഴിഞ്ഞ മാസം 28-ാം തീയതി ബന്ധുവീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെയായിരുന്നു കുട്ടി കുഴഞ്ഞു വീണ് മരിച്ചത്. മരണസമയത്ത് കുട്ടിക്ക് വെള്ളത്തിനോട് കടുത്ത വിരക്തി അനുഭവപ്പെടുകയും വായിൽ നിന്ന് നുരയും പതയും വരികയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് സംശയം തോന്നിയ ആരോഗ്യവകുപ്പ് അധികൃതർ കുട്ടിയുടെ ശരീരത്തിൽ നിന്നുള്ള ദ്രാവകങ്ങൾ വിശദമായ പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബോറട്ടറിക്ക് അയക്കുകയായിരുന്നു. ഈ പരിശോധനയുടെ ഫലം പുറത്തു വന്നപ്പോഴാണ് മരണകാരണം പേവിഷബാധ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചത്. കുട്ടിയുടെ വീടിൻ്റെ പരിസരത്ത് പൂച്ചകളുമായി കുട്ടികൾ കളിക്കാറുണ്ടായിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മൃഗങ്ങളിൽ നിന്ന് എപ്പോഴാണ് രോഗബാധയേറ്റെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ മൃഗസംരക്ഷണ വകുപ്പിന് ആരോഗ്യവകുപ്പ് കത്ത് നൽകി. ഇതിനെ തുടർന്ന് ചെറുതുരുത്തി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും വീട്ടിലും പരിസര പ്രദേശത്തും പരിശോധന നടത്തുകയും കുട്ടിയുമായി സമ്പർക്കം പുലർത്തിയ 7ഓളം കുട്ടികൾക്കും മറ്റ് ബന്ധുക്കൾക്കും അടക്കം 15 പേർക്ക് കുത്തിവയ്പ് നടത്തി. വരും ദിവസങ്ങളിൽ ഈ പ്രദേശത്തെ പരിശോധന ശക്തമാക്കും. എന്നാൽ കാര്യമായി ഭയപ്പെടാൻ ഒന്നുമില്ലെന്നും മൃഗങ്ങളുമായി കൂട്ടുകൂടുമ്പോൾ ശ്രദ്ധിച്ചു വേണം കുട്ടികളും മുതിർന്നവരും ഇടപഴകാനെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാഹനാപകടത്തിൽ മരണപ്പെട്ട നടൻ സന്തോഷിന്റെ സംസ്കാരം നടന്നു. ഗുരുവായൂരിലെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം തൃശൂർ പാറമേക്കാവ് ശാന്തിഘട്ടിലായിരുന്നു സംസ്കാര ചടങ്ങ്. രാഷ്ട്രീയ രംഗത്ത് പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ ഗുരുവായൂരിലെ വീട്ടിലെത്തി. പത്തനംതിട്ടയിൽ വെച്ചാണ് സന്തോഷും ഭാര്യയും സഞ്ചരിച്ചിരുന്ന കാറും ട്രക്കും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ഗുരുതര പരിക്കേറ്റ സന്തോഷ് ചികിത്സയിൽ ഇരിക്കെ മരണപ്പെടുകയായിരുന്നു. ഭാര്യ ചികിത്സയിൽ തുടരുകയാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. ഷൊർണൂർ റെയിൽവേ RPFും ഷൊർണൂർ അഗ്നിശമന സേന ഉദ്യോഗസ്ഥരും ചേർന്ന് യുവാവിനെ ട്രെയിനിന് മുകളിൽ നിന്നും താഴെയിറക്കി. ചൊവ്വാഴ്ച രാത്രി 11:30 മദ്യലഹരിയിൽ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ കാളിക്കാവ് സ്വദേശിയായ 30 വയസ്സുള്ള രാജേഷാണ് ട്രെയിനിന്റെ എഞ്ചിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും തുടർന്ന് ഈ വഴിക്ക് പോകുന്ന കരണ്ട് കമ്പി പിടിക്കുകയും ചെയ്തെങ്കിലും
കറണ്ട് ഇല്ലാത്തതിനെ തുടർന്ന് യുവാവ് രക്ഷപ്പെട്ടു. റെയിൽവേ പോലീസും RPF ചേർന്ന് ഷൊർണൂർ അഗ്നിരക്ഷാ ഓഫീസർ കൃഷ്ണദാസും സംഘത്തെയും വിളിച്ചു വരുത്തി വെള്ളം യുവാവിന്റെ മുകളിലേക്ക് പമ്പ് ചെയ്ത് ശ്രദ്ധ മാറ്റി യുവാവിനെ കീഴ്പ്പെടുത്തിയാണ് രക്ഷപ്പെടുത്തിയത്. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് യുവാവിനെ ചികിത്സയ്ക്കായി കൊണ്ടുപോയി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വീട്ടുമുറ്റത്ത് ചെടി നനയ്ക്കുകയായിരുന്ന വീട്ടമ്മയുടെ കഴുത്തിൽ കിടന്നിരുന്ന സ്വർണ്ണമാല പൊട്ടിച്ച് മോഷ്ടാവ് കടന്നു കളഞ്ഞു. പാലപ്പുറം കയറമ്പാറ SRK നഗർ കൃപ വീട്ടിൽ രാജഗോപാലിന്റെ ഭാര്യ സുമംഗലയുടെ കഴുത്തിൽ കിടന്നിരുന്ന 2 പവൻ തൂക്കമുള്ള താലി അടങ്ങുന്ന മാലയാണ് മോഷണം പോയത്. ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 5:45 സംഭവം ഉണ്ടായത്. വീട്ടുമുറ്റത്തുള്ള ചെടികൾ നനയ്ക്കുകയായിരുന്നു സുമംഗല. ഗേറ്റ് ഉള്ളിൽ നിന്ന് പൂട്ടിയിരുന്നു. ഇതിനിടയിൽ മോഷ്ടാവ് മതിൽ ചാടിക്കടന്ന് വായ പൊത്തിപ്പിടിച്ചു. കഴുത്തിൽ കിടന്നിരുന്ന മാല പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു. വീട്ടിൽ ആ നേരം ഒറ്റയ്ക്കായിരുന്ന സുമംഗല ബഹളം വെച്ചെങ്കിലും ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ ഈ അരിയലയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഇടത്തെ കൈ കഴുത്തു കൂടിയിട്ട് വായ പൊത്തി പിടിച്ചങ്ങനെ വലിച്ച് അതേ കയറി. ഇത്ര ഉണ്ടായുള്ളൂ. 2 പവന്റെ മാലയും താലി. മാസ്ക് കൊണ്ട് മുഖം മറച്ചിട്ടുണ്ട്. ഷർട്ടും ഇറക്കം കുറഞ്ഞ പാൻറ്റുമാണ് ധരിച്ചിരിക്കുന്നത്. ഇതിനു മുന്നേയും പരിസരത്ത് മാലമോഷണം നടന്നിട്ടുണ്ട്. മോഷ്ടാവിനെ ഇനിയും പോലീസ് കണ്ടെത്താനായിട്ടില്ല. ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. നിരന്തരം ഈ ഏരിയയിൽ കള്ളന്മാരെ ശല്യമുണ്ട്. ഒരു 2 മാസം മുമ്പ് നമ്മുടെ അടുത്ത് തന്നെ ഒരു പാഞ്ചാലി ചേച്ചിയുണ്ട്. അവരുടെ മാല പൊട്ടിച്ചു, രാത്രി പുലർച്ചെ വന്ന് മാല പൊട്ടിച്ച് കൊണ്ടുപോയിരുന്നു. അതേപോലെ ഈ ഏരിയയിൽ കള്ളന്മാരുടെ ശല്യം നിരന്തരം കാണുന്നുണ്ട്. പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇതുവരെ അതിന് ഒരു വിവരമൊന്നും കിട്ടിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സാങ്കേതികത്വവും അപരന്റെ സാന്നിധ്യവും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് ചിറ്റൂർ മണ്ഡലത്തിൽ പരാജയപ്പെട്ട LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മുരുകദാസ്. പരാജയം സമ്മതിക്കുന്നുവെന്നും തന്റെ ചിഹ്നമായ മോതിരവും അപരന്റെ ചിഹ്നമായ നെക്ലസും തമ്മിൽ സാമ്യമുണ്ടായതും പരാജയത്തിന് കാരണമായി എന്നും മുരുകദാസ് പറഞ്ഞു. കേരളമാകെ UDF തരംഗമുണ്ടായപ്പോഴും ചിറ്റൂർ മണ്ഡലത്തിനെ അത് ബാധിച്ചില്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. റെക്കഗ്നൈസ് പാർട്ടി, രജിസ്റ്റേർഡ് പാർട്ടി മാനദണ്ഡപ്രകാരം പേരും ചിഹ്നവും താഴെയായി. തന്റെ പേരിന് സമീപം തന്നെയായിരുന്നു അപരൻ P. മുരുകദാസിന്റെ പേരും. തന്റെ ചിഹ്നമായ മോതിരവും അപരന്റെ ചിഹ്നമായ നെക്ലസും തമ്മിൽ സാമ്യമുണ്ടായതും പരാജയത്തിന് കാരണമായി. കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ചിറ്റൂരിൽ വലിയ രീതിയിൽ വികസനം നടന്നു. വികസനവും ജനവിശ്വാസവും വിജയപ്രതീക്ഷയുണ്ടായിരുന്നു. പരാജയം LDF പരിശോധിക്കും. ജയപരാജയങ്ങൾ പൊതുപ്രവർത്തകനെ ബാധിക്കില്ലെന്നും മുരുകദാസ് പറഞ്ഞു. തീർച്ചയായിട്ടും അതൊരു വലിയ തിരിച്ചടിയായിട്ടുണ്ടാണ്. 2 കാര്യങ്ങളാണ് അതിൽ തിരിച്ചടിയായി വന്നത്. ഒന്ന്, രണ്ടും ഒരേ പേരാണെന്നുള്ളതാണ്. രണ്ടാമത്, നമ്മൾ ഇത്തവണ മത്സരിച്ചത് ISJD എന്ന പുതിയതായി രജിസ്റ്റർ ചെയ്യപ്പെട്ട പാർട്ടിയുടെ പേര്. അതുകൊണ്ട് തന്നെ ബാലറ്റിൽ പേര് വയ്ക്കുന്നത് റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടികളുടെ ആൽഫബറ്റിക് ഓർഡർ കഴിഞ്ഞാൽ പിന്നെ രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടി, അത് കഴിയുമ്പോഴാണ് സ്വതന്ത്രന്മാർ എന്നുള്ള നിലയിലുള്ള കാറ്റഗറി വരുന്നത്. ഇവിടെ മറ്റ് പാർട്ടിയുടെ രജിസ്റ്റേർഡ് പാർട്ടികളോ അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളില്ലായിരുന്നു. 2 പാർട്ടികൾ റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടി, നമ്മളൊരു രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടിയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ഒരേ പേര് വന്നപ്പോൾ ആൽഫബറ്റിക് അനുസരിച്ച് തൊട്ടടുത്ത സ്ഥാനത്ത് അത് വന്നു. ചിഹ്നങ്ങൾ തമ്മിലും സാമ്യമുണ്ടായി. അത് നമുക്ക് നന്നായിട്ട് തിരിച്ചടിയായിട്ട്. അപരൻ എന്ന നിലയിൽ അല്ല, ആ കാൻഡിഡേറ്റ് അങ്ങനെ ഒരു കാൻഡിഡേറ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഈ തരത്തിലൊരു ചിഹ്നം ഉണ്ടെന്നൊന്നും ഒരു പ്രചരണവും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. അപ്പം മോതിരത്തിൽ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആളുകളാണ് മോതിരമെന്ന് ധരിച്ച് ഈ പറഞ്ഞ നെക്ലസ് എന്ന ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി പോയിട്ടുള്ളത്. 2021 LDFിലെ K. കൃഷ്ണൻകുട്ടി 33,878 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ചിറ്റൂർ മണ്ഡലത്തിൽ UDFിലെ സുമേഷ് അച്യുതൻ 6,510 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം തിരിച്ചുപിടിക്കുകയായിരുന്നു. അപരൻ മുരുകദാസ് 6,984 വോട്ടുകൾ ഇവിടെ നേടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് കഞ്ചാവ് ചെടി നട്ടുവളർത്തുകയും ഉണക്ക കഞ്ചാവ് കൈവശം വെച്ചതുമായ കേസിൽ യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി. മുതലമട ചെമ്മണാമ്പതി അളകാപുരിയിൽ കോളനിയിൽ പ്രശാന്താണ് പിടിയിലായത്. വിവാദങ്ങൾ ഏറെ ഉയർന്നുകേട്ട, സമരങ്ങൾ ഏറെ കണ്ട കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡിലൂടെയുള്ള ജനങ്ങളുടെ ദുരിതയാത്ര അവസാനിക്കുന്നു. റോഡിന്റെ ടാറിംഗ് പ്രവൃത്തികൾക്ക് തുടക്കമായി. സംസ്ഥാന സർക്കാരിന്റെ 2023 2 കോടി രൂപ വകയിരുത്തിയാണ് റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നത്. 2 തവണ ഉദ്ഘാടനം നടത്തിയെന്നും നിർമ്മാണ പ്രവൃത്തികൾ എവിടെയും എത്തിയില്ലെന്നും ഉൾപ്പെടെയുള്ള ഒറ്റപ്പാലം MLAക്ക് ഏറെ പഴിയേക്കേണ്ടി വന്ന റോഡാണ് ഇത്. പറഞ്ഞ കാലാവധിക്കുള്ളിൽ പണി പൂർത്തിയാക്കാൻ കഴിയാതെ വന്നതോടെ ഏറെ സമരങ്ങളും ഈ റോഡിനെ ചൊല്ലിയുണ്ടായി. ഒടുവിൽ ഇതിനെല്ലാം ഒരു പരിഹാരമാവുകയാണ് ഇവിടെ. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ 2023 2 കോടി രൂപ വകയിരുത്തിയിരുന്നു. കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും ഇതേ റോഡിൽ സ്ഥിതി ചെയ്യുന്ന വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പോകുന്നവരും ഉൾപ്പെടെ
കുണ്ടും കുഴിയും നിറഞ്ഞ് കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന റോഡിലൂടെയായിരുന്നു ഇക്കാലമത്രയും ദുരിതയാത്ര ചെയ്തിരുന്നത്. യഥാർത്ഥത്തിലൊരു 2 മാസത്തോളം മുമ്പ് പൂർത്തീകരിക്കേണ്ട ഒരു പ്രവൃത്തിയായിരുന്നു. മാർച്ച് അവസാനമോ ഏപ്രിൽ ആദ്യമോ ആയിട്ട് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി വന്നതാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ ഏതാണ്ട് 2 മാസം മുമ്പാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം അതൊരു യുദ്ധത്തിൻ്റെ തലത്തിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നിശ്ചയിച്ച റേറ്റിൽ ബുക്ക് ചെയ്ത ടാറ് കിട്ടുന്നതിന് വരെ കരാറുകാരനെല്ലാം വലിയ പ്രയാസമുണ്ടായൊരു സാഹചര്യവും സന്ദർഭവുമാണ് ഒരല്പം ടാറിങ് വൈകുന്നതിന് വേണ്ടിയിട്ട് കാരണമായിട്ടുള്ളത്. എന്നാൽ ഇന്നിവിടെ വന്നപ്പോൾ നമ്മൾ ഈ റോഡിൽ സഞ്ചരിക്കുമ്പോൾ കൃത്യമായി ബോധ്യമാകും ഈ നാടിൻ്റെ വലിയ മാറ്റം LDF സർക്കാർ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമ്മുടെ മണ്ഡലത്തിന് വേണ്ടി ബജറ്റിൽ നീക്കി വെച്ച ആ ഫണ്ട് ഉപയോഗിച്ച് നല്ല നിലയിൽ ഈ പ്രവൃത്തി നമുക്ക് പൂർത്തീകരിക്കാനായി എന്ന് നമുക്ക് മനസ്സിലാകും. ടാറിംഗ് പ്രവൃത്തികളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനി കുറച്ച് പ്രവൃത്തികൾ കൂടി ബാക്കിയുണ്ട്. ഒന്ന്, നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഒക്കെ പാർക്ക് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സ്ഥലത്ത് കട്ട വിരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യമാണ്. റോഡിൻ്റെ ആദ്യഘട്ട ടാറിംഗ് പ്രവൃത്തികൾ മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. 2 ഭാഗങ്ങളിലുള്ള കോൺക്രീറ്റ് പ്രവൃത്തികൾ, കവലയിൽ ഓട്ടോറിക്ഷകൾ നിർത്തുന്നത് ആവശ്യമായ കോൺക്രീറ്റ് പ്രവൃത്തികൾ ഉൾപ്പെടെ ഉടനടി പൂർത്തിയാക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച അഡ്വക്കേറ്റ് കെ പ്രേമകുമാർ MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടികജാതി ക്ഷേമ സമിതിയുടെ മുഖമാസിക മുന്നോട്ടിന്റെ ഒറ്റപ്പാലം ഏരിയ തലത്തിലുള്ള മെമ്പർഷിപ്പ് വിതരണ ചടങ്ങ് ഷൊർണൂരിൽ നടന്നു. PKS ജില്ലാ സെക്രട്ടറി OV സ്വാമിനാഥൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഏരിയ തലത്തിലെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ തീരുമാനിച്ചു. പട്ടികജാതി ക്ഷേമ സമിതിയുടെ മുഖമാസികയായ മുന്നോട്ടിന്റെ ഒറ്റപ്പാലം ഏരിയ തലത്തിലുള്ള മെമ്പർഷിപ്പ് വിതരണ ചടങ്ങാണ് ഷൊർണൂരിൽ സംഘടിപ്പിച്ചത്. മാനസ നൃത്തകലാ കേന്ദ്രത്തിന്റെ പ്രിൻസിപ്പൽ മണികണ്ഠന് മെമ്പർഷിപ്പ് നൽകി PKS ജില്ലാ സെക്രട്ടറി OV സ്വാമിനാഥൻ ക്യാമ്പയിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സമിതി എന്ന് പറയുന്ന ഞാനും നിങ്ങളുമൊക്കെ അംഗങ്ങളാവുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമ്മുടെ സംഘടനയുടെ മുഖമാസികയാണ് മുന്നോട്ട് എന്ന് പറയുന്ന മാസിക. ആ മുഖമാസികയ്ക്ക് വാർഷിക വരിക്കാരെ ചേർക്കുന്ന പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്താകെ പട്ടികജാതി ക്ഷേമ സമിതി ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ മെയ് മാസം 20-ാം തീയതി ആകുമ്പോഴേക്കും നമ്മുടെ സംസ്ഥാനത്താകെ ഈ മുഖമാസികയ്ക്ക് വരിക്കാരെ ചേർക്കുന്ന പ്രവർത്തനം നന്നായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജില്ലയ്ക്കകത്തും ഈ മെയ് മാസം 15-ാം തീയതിയോടുകൂടി സംസ്ഥാനത്തെ കമ്മിറ്റി നമ്മളോട് ആവശ്യപ്പെട്ട 10,000 വരിക്കാരെ ചേർക്കുക എന്നുള്ള പ്രവർത്തനമാണ് നമ്മുടെ ജില്ലയിലാകെ നടന്നു വരുന്നത്. അതിനെ ചുവടുപിടിച്ചാണ് ഇവിടെ ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള ഏറ്റവും നന്നായി PKSന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ഷൊർണൂർ ലോക്കൽ കമ്മിറ്റിയിൽ വെച്ചാണ് ഇതിൻ്റെ ഏരിയാതല ഉദ്ഘാടനം, ഒറ്റപ്പാലം ഏരിയാതല ഉദ്ഘാടനം. ഈ 13 ലോക്കൽ കമ്മിറ്റികൾ ഉൾപ്പെടുന്ന ഒറ്റപ്പാലം PKS ലോക്കൽ സെക്രട്ടറി VK രാജഗോപാൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ഏരിയ വൈസ് പ്രസിഡന്റ് VC ശങ്കരൻ, ഏരിയ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, ലോക്കൽ പ്രസിഡന്റ് M നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ തലത്തിൽ മുന്നോട്ടിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വിജയിപ്പിക്കാനും PKS തീരുമാനിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നെടുങ്കോട്ടൂർ ശ്രീ സ്കന്ദവിഷ്ണു ക്ഷേത്രത്തിൽ 8ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടരും. 4ാം ദിവസവും പാരായണമുണ്ടായി. മാളിക ഹരിഗോവിന്ദൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. പരമേശ്വരൻ നമ്പൂതിരി തല്ലപ്പന സഹാചാര്യനുമാണ്. നിരവധി ഭക്തർ പങ്കെടുത്തു. അന്നദാനവും ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച രുക്മിണി സ്വയംവര ഘോഷയാത്ര ഉണ്ടാകും. മെയ് 10-ന് യജ്ഞം സമാപിക്കും. കേരളശ്ശേരി കൂട്ടാല ഭഗവതി ക്ഷേത്രത്തിലെ പാട്ട് താലപ്പൊലി മഹോത്സവം വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. ആഘോഷ പരിപാടികളിൽ നിരവധി പേർ പങ്കെടുത്തു. കിഴക്കുമുറി ദേശത്തിന്റെ കരടിമല ക്ഷേത്രത്തിൽ വെച്ച് രാവിലെ 10-ന് പഞ്ചാരി മേളവും വൈകിട്ട് 4-ന് പാണ്ടിമേളത്തിന്റെയും 5 ഗജവീരന്മാരുടെയും അകമ്പടിയോടെ കൂട്ടാല ഭഗവതി ക്ഷേത്രത്തിലേക്ക് കിഴക്കുമുറി ദേശത്തിന്റെ വേല എഴുന്നള്ളിപ്പ് നടത്തി. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന്റെ മേളപ്രമാണി ശങ്കരൻകുട്ടന്മാരാരും വാദ്യകലാരത്നം കല്ലൂർ ജയനും നയിക്കുന്ന 70-ൽ പരം വാദ്യകലാകാരന്മാർ പങ്കെടുക്കുന്ന വലിയ പഞ്ചാരി മേളവും ഉണ്ടായി. രാവിലെ ആനച്ചമയ പ്രദർശനമുണ്ടായി. തിരുവമ്പാടി ചന്ദ്രശേഖരൻ, ചെർപ്പുളശ്ശേരി മണികണ്ഠൻ, മച്ചാട് ഗംഗാധരൻ, ചെർപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ, മച്ചാട് ഗോപാലൻ എന്നീ ഗജവീരന്മാർ കിഴക്കുമുറി ദേശവേലയിൽ തലയെടുപ്പോടെ അണിനിരുന്നു. വൈകിട്ട് 6:30-ന് UP സ്കൂളിന് സമീപം ഗംഭീര കുടമാറ്റവും ഉണ്ടായി. വൈകിട്ടോടെ വേലകൾ ക്ഷേത്രത്തിലെത്തി തൊഴുതു മടങ്ങി. വിവിധ ചെറുവേലകളും ക്ഷേത്രത്തിലെത്തി. ദാഹിച്ചെത്തുന്നവർക്ക് കല്ലൂർ ബാലൻ്റെ മക്കൾ
ഒരുക്കിയ തണ്ണീർപന്തൽ ഏറെ ആശ്വാസകരമായി. രാത്രി സ്കൂൾ മൈതാനിയിൽ വിവിധ കലാപരിപാടികളും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാറ്റുലി UDF ഭരണം ഉറപ്പിച്ചതോടെ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള വടംവലി മുറുകുകയാണ്. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരാണ് മുഖ്യമന്ത്രി കസേര ആഗ്രഹിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരാണ് ഉചിതം? പ്രതികരണങ്ങളിലേക്ക്. കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ ആര് മുഖ്യമന്ത്രിയാകണമെന്നുള്ളൊരു 1 മില്യൺ ചോദ്യമാണ്. പക്ഷേ അതിൽ ഏറ്റവും രസകരമായ സംഭവം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മഹത്തായ മുഖമാണ് അതിലൂടെ തെളിയുന്നതെന്നാണ്. കോൺഗ്രസിൻ്റെ സമുന്നതരായ 3 നേതാക്കൾ, ഒന്ന് ഇലക്ഷന് നേതൃത്വം കൊടുത്ത പ്രതിപക്ഷ നേതാവ് കൂടെയായ ഈ വിജയത്തിൻ്റെ ശില്പി എന്ന് ലോകം മുഴുവൻ വാഴ്ത്തുന്ന PD സതീശൻ, പിന്നെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവായ KC വേണുഗോപാൽ, പിന്നെ കേരളത്തിലെ ഏറ്റവും സീനിയർ നേതാവെന്ന നിലയിൽ ശ്രദ്ധേയനായ രമേശ് ചെന്നിത്തല. ഇവർ 3 ആളും മുഖ്യമന്ത്രിയാകാൻ അർഹരാണ് എന്നുള്ളതാണെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് 100+ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അത് നടപ്പിലാക്കി വോട്ടിംഗ് രീതിയിലും വൻ മുന്നേറ്റം നടത്തിയ VD സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും അർഹനെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യുദ്ധത്തിന്റെ മറവിൽ കോർപ്പറേറ്റുകളുടെ കരിഞ്ചതയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വലിയ വിലവർദ്ധനവിന് കാരണമെന്ന് VK ശ്രീകണ്ഠൻ MP. ഹോട്ടലുകാരുടെ സമരത്തിന് കോൺഗ്രസിന്റെ പിന്തുണയുണ്ടെന്നും MP. സംസ്ഥാന വ്യാപകമായി ഹോട്ടലുടമകൾ പണിമുടക്കിയത് പല മേഖലയെയും ബാധിച്ചു. പാചകവാതക ഗ്യാസിന്റെ കരുതൽ ശേഖരമുണ്ടെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ആവശ്യത്തിന് പാചക ഗ്യാസ് വിതരണം നടത്താത്തതിൽ ദുരൂഹതയുണ്ടെന്ന് KHRA ഭാരവാഹികൾ. ഷൊർണൂർ മേഖലയിലെ ഹോട്ടലുകൾ അടച്ച് പ്രതിഷേധിച്ചു. പണം കൊടുത്താലും ഗ്യാസ് കിട്ടാനില്ലെന്ന് ഹോട്ടലുടമകൾ. തൃശൂർ മേഖലയിലും ഹോട്ടലുടമകളുടെ വൻ പ്രതിഷേധം. പാചകവാതക വർധനവിനെതിരെ പത്തിരിപ്പാലയിൽ സിലിണ്ടർ തള്ളി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രതിഷേധം. സംസ്ഥാനത്ത് ഇനി വൈദ്യുതി നിയന്ത്രണമില്ലെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടന്നെന്നും മന്ത്രി. പീക്ക് ഹവറിൽ വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചാലും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവില്ലെന്നും K കൃഷ്ണൻകുട്ടി. തെരഞ്ഞെടുപ്പിൽ വികസനം ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിച്ചതെന്നും എങ്കിലും വിവാദമാണ് ചർച്ചയായതെന്നും മാധ്യമങ്ങളുടെ സ്വാധീനം LDFന്റെ പരാജയത്തിന് കാരണമായെന്നും മന്ത്രി. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറി പോലീസ് പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് CPMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം പാലക്കാട്ട്. പ്രതിഷേധക്കാർ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച കോൺഗ്രസിന്റെ കൊടിതോരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും നശിപ്പിച്ചു. CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ UDF പോലീസ് ആക്രമണം ആരോപിച്ച് CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധം. 10 വർഷം ഭരണത്തിലിരുന്ന സ്ഥിതിക്ക് മാറ്റം വന്നതാണ് CPMന്റെ പ്രകോപന കാരണമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പൻ. UDF ആഹ്ലാദ പ്രകടനത്തിന് നേരെ എറിഞ്ഞ കല്ലും കുപ്പിയും പോലീസുകാരുടെ ദേഹത്ത് തട്ടിയതാണ് പോലീസിനെ പ്രകോപിപ്പിച്ചതെന്നും തങ്കപ്പൻ. എതിർ രാഷ്ട്രീയക്കാരെയും പാർട്ടി ഓഫീസ് തകർക്കുകയും ചെയ്യുന്ന CPIM രീതിയല്ല കോൺഗ്രസിന്റേതെന്നും DCC അധ്യക്ഷൻ. ചെറുതുരുത്തിയിലെ 1ാം ക്ലാസ്സുകാരിയുടെ മരണം പേവിഷബാധയെ തുടർന്നെന്ന് ആരോഗ്യവകുപ്പ്. കുട്ടിയുമായി സമ്പർക്കം പുലർത്തിയ കുട്ടികൾക്കും ബന്ധുക്കൾക്കും ആരോഗ്യവകുപ്പ് കുത്തിവയ്പ് നൽകി. വാഹനാപകടത്തിൽ മരണപ്പെട്ട നടൻ സന്തോഷിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു. രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. ഷൊർണൂർ റെയിൽവേ RPFും ഷൊർണൂർ അഗ്നിശമന സേനാ അംഗങ്ങളും ചേർന്ന് യുവാവിനെ ട്രെയിനിന് മുകളിൽ നിന്നും താഴെയിറക്കി. വീട്ടുമുറ്റത്ത് ചെടി നനയ്ക്കുകയായിരുന്ന വീട്ടമ്മയുടെ കഴുത്തിൽ കിടന്നിരുന്ന സ്വർണ്ണമാല മോഷ്ടിച്ച് മോഷ്ടാവ് കടന്നു കളഞ്ഞു. പാലപ്പുറം കയറമ്പാറ SRK നഗർ കൃപ വീട്ടിൽ രാജഗോപാലിന്റെ ഭാര്യയുടെ 2 പവൻ തൂക്കമുള്ള മാലയാണ് മോഷണം പോയത്. ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവാദങ്ങൾക്കും സമരമുറകൾക്കും ഏറെ സാക്ഷ്യം വഹിച്ച കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡിലെ യാത്രാക്ലേശത്തിന് പരിഹാരം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.